ഹായ്, എല്ലാവർക്കും കേരള അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ മെഷീൻസാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ മെഷീൻസിൽ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നായിരുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ മോഡലിംഗ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ടോപ്പിലേക്ക് എടുക്കാം. ട്രാൻസ്ഫോമറിൻ്റെ ലോസസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. ഓക്കെ, ലോസസ് ഇൻ ട്രാൻസ്ഫോമറാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ രണ്ട് ടൈപ്സ് ലോസസ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് കോർ ലോസ് ആയിരിക്കും വരാം, അടുത്ത് പറഞ്ഞിരിക്കുന്നത് കോപ്പർ ലോസ് ആയിരിക്കും വരാം. അപ്പോൾ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ലോസ് ആണ് ഉള്ളത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോർ ലോസ് ആണ്, കോറിൽ ഉണ്ടാവുന്ന ലോസ് ആണ്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എഡ്ഡി കറന്റ് ലോസ് ആണ്, ഒന്ന് ഹിസ്റ്ററിസിസ് ലോസ് ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് കോർ ലോസ് ഉണ്ട്. ഒരു ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എഡ്ഡി കറന്റ് ലോസ്, എഡ്ഡി കറന്റ് ലോസ്. സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററിസിസ് ലോസ്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഹിസ്റ്ററിസിസ് ലോസ്. അപ്പോൾ കോർ ലോസ് ഉണ്ട്, കോപ്പർ ലോസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് കോർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എഡ്ഡി കറന്റ് ലോസ് ആണ്, രണ്ടാമത്തെ ഹിസ്റ്ററിസിസ് ലോസ് ആണ്. അടുത്ത് പറയുന്നത് കോപ്പർ ലോസ് ആണ് വരുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ് വരുന്നത്. അതായത് നമ്മുടെ വൈൻഡിങ് റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ലോസ്. അതായത് നമുക്കൊരു വൈൻഡിങ് ഉണ്ടെങ്കിൽ ആ വൈൻഡിങ് റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസിൽ കൂടെ കറണ്ട് പോകുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ലോസാണ് നമുക്ക് കോപ്പർ ലോസ് ആയിട്ട് നമുക്ക് പറയാം. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് I² R. ആർ എന്ന് പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് ഓഫ് വൈൻഡിങ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ രണ്ട് ടൈപ്പ് ലോസസ് ഉണ്ട്. ഒന്ന് കോർ ലോസ് ആണ്, ഒന്ന് കോപ്പർ ലോസ് ആണ്. കോർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എഡ്ഡി കറന്റ് ലോസ്, ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററിസിസ് ലോസ് ആണ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് I² R ലോസ്, അതായത് വൈൻഡിങ് റെസിസ്റ്റൻസിലൂടെ കറണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ലോസാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോൾ ഒരു DC സപ്ലൈ നമ്മൾ ട്രാൻസ്ഫോമറിൽ കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ലോസസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ലോസസ് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു DC സപ്ലൈ ആണ് ട്രാൻസ്ഫോമറിൽ കൊടുക്കാമെന്ന് വിചാരിക്കാം. പോയിന്റ് ഞാനൊരു DC സപ്ലൈ കൊടുത്തു. അപ്പോൾ DC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഈ എഡ്ഡി കറന്റ് ലോസ് ആയാലും ശരി, ഹിസ്റ്ററിസിസ് ലോസ് ആയാലും ശരി, ഇത് രണ്ടും ഫ്രീക്വൻസിന് ഡിപ്പെൻഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി എന്നല്ല ഞാൻ പറയുന്നത്. ഈ രണ്ട് ലോസ് ആയാലും ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരിക്കും വരിക. അപ്പോൾ നമ്മളൊരു DC സപ്ലൈ കൊടുക്കുകയാണെന്ന് വെച്ചാൽ DC സപ്ലൈക്ക് എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആയിരിക്കും വരിക. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ഹെഡ്സ് ആണ് DC സപ്ലൈക്ക് വരിക. അപ്പോൾ നമ്മളൊരു DC സപ്ലൈ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കുന്ന എഡ്ഡി കറന്റ് ലോസ് ആയാലും ശരി, ഹിസ്റ്ററിസിസ് ലോസ് ആയാലും ശരി, അത് രണ്ടും 0 വാട്ട്സ് ആയിരിക്കും. നമുക്കൊരു എഡ്ഡി കറന്റ് ലോസോ ഹിസ്റ്ററിസിസ് ലോസോ DC സപ്ലൈയിൽ ഉണ്ടാവില്ല. അതായത് എഡ്ഡി കറന്റ് ലോസ് ഈസ് ഈക്വൽ ടു 0 വാട്ട്സ്. ഹിസ്റ്ററിസിസ് ആയാലും ശരി, ഞാൻ WH എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹിസ്റ്ററിസിസ് ലോസ് ആയാലും 0 വാട്ട്സ് ആയിരിക്കും. അപ്പോൾ DC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എഡ്ഡി കറന്റ് ലോസ് ആയാലും ഹിസ്റ്ററിസിസ് ലോസ് ആയാലും 0 വാട്ട്സ് ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് രണ്ടും ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കുന്ന ലോസസ് ആണ്. നമ്മുടെ DC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ഹെഡ്സ് ആയതുകൊണ്ടാണ് ഈ രണ്ട് ലോസസും 0 ആവാൻ കാരണം. ഇനി എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഒരു കോപ്പർ ലോസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു I² R എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ ഒരു കോയിൽ എടുക്കുകയാണെന്ന് കഴിഞ്ഞാൽ, ഈ കോയിൽ എടുക്കുകയാണെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു മാഗ്നറ്റിക് റിയാക്ടൻസ് ഉണ്ടാവും. R+jx എന്നാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Z ഈസ് ഈക്വൽ ടു R+jx. അപ്പോൾ സെഡിൻ്റെ മാഗ്നറ്റിക് എടുക്കുകയാണെന്ന് വെച്ചാൽ √R² + x² ആയിരിക്കും വരാം. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും? കറണ്ട് I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ √R² + x² ആയിരിക്കും വരിക. ഓക്കെ, ഇതെപ്പോഴാണ് സംഭവിക്കുക? ഞാനിപ്പോൾ ഇതിലൊരു DC സപ്ലൈ ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. ഈ DC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം XL, ഇതിപ്പോൾ ഒരു ഇൻഡക്റ്റൻസ് ആയിരിക്കുമ്പോൾ XL എന്തായിരിക്കും വരിക? X ഈസ് ഈക്വൽ ടു 2πf × L എന്നാണ് വരിക. അപ്പോൾ DC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കും? ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ഹെഡ്സ് ആയിരിക്കും. അപ്പോൾ ഈ പർട്ടിക്കുലർ ടേം X എന്ന് പറഞ്ഞ ടേം ഉണ്ടാവുകയില്ല. I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? V ഡിവൈഡഡ് ബൈ R ആയിരിക്കും വരിക. ഓക്കെ, I എന്ന് പറഞ്ഞിരിക്കുന്നത് V/R ആയിരിക്കും വരിക. I² R ലോസ് എന്തായിരിക്കും വരിക? I² R ലോസ് വരുമ്പോൾ എന്തായിരിക്കും വരിക? V ഡിവൈഡ് ബൈ R ഹോൾ² ഇൻറ്റു R ഈസ് നത്തിങ് ബട്ട് V²/R എന്ന് പറഞ്ഞു. ഇത് പറയുന്നത് DC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് V²/R വരുന്നു. ഞാനിവിടെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത് DC സപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോപ്പർ ലോസ് ആണ് ഗ്രേറ്റർ, അതോ AC സപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോപ്പർ ലോസ് ആണ് ഗ്രേറ്റർ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ DC കൊടുക്കുന്ന സമയത്ത് നമുക്ക് V²/R എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലോസസ് ആണ് കോപ്പർ ലോസ് ആയിട്ട് വരുന്നത്. ഇനി ഞാൻ AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും?
AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഒരു ഫ്രീക്വൻസി എക്സിസ്റ്റ് ആവും. ആ ഫ്രീക്വൻസി എക്സിസ്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറഞ്ഞ ടൈം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. എക്സ് എന്ന് പറഞ്ഞ ടൈം എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഈ കറസ്പോണ്ടിങ് ആയിരിക്കും വരിക v/√r² + x² തന്നെയായിരിക്കും ഐ എന്ന് പറഞ്ഞ ടൈം വരിക. അതായത് ഡി സി കൊടുക്കുന്ന സമയത്ത് കറണ്ട് എത്രയുണ്ടായിരുന്നോ അതിനേക്കാൾ കുറവ് കറണ്ട് ആയിരിക്കും നമുക്ക് എ സി കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുക. കാരണം ഇമ്പിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ കറണ്ട് കുറയുന്ന സമയത്ത് എന്തായിരിക്കും ശ്രമിക്കുക, I² R ലോസസും കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് കോപ്പർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡി സി സപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് കൂടുതലായിരിക്കും എ സി സപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാളും. അതായത് കോപ്പർ ലോസ് ഓഫ് ദ ഡി സി വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കോപ്പർ ലോസ് ഓഫ് എ സി. എ സിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കോപ്പർ ലോസിനേക്കാളും കൂടുതലായിരിക്കും ഡി സിയിൽ ഉണ്ടാവുക. കാരണം എ സിയിൽ ഉണ്ടായിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് v/√r² + x² ആണ്. നമുക്ക് ഈ എക്സൽ അതായത് ഈ റിയാക്റ്റൻസ് നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. ഡി സിയിലാവുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി 0 ആയതുകൊണ്ട് തന്നെ ഈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം എന്താണ് നമുക്കൊരു കോപ്പർ ലോസ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതിന് ശേഷം നമുക്ക് കോർ ലോസ് പിടിക്കാം. ഓക്കെ, സോ നമുക്ക് കോപ്പർ ലോസ് തുടങ്ങാം. കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ആ ട്രാൻസ്ഫോമറിൻ്റെ മോഡൽ വരയ്ക്കുന്നുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു R1, ദിസ് ഈസ് ഈക്വൽ ടു JX1. അപ്രോക്സിമേഷൻ മോഡലല്ല ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്, ഞാൻ മെയിൻ മോഡലിങ്ങാണ് കൺസിഡർ ചെയ്യുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു RC, this is equal to JXM. ഇത് മാഗ്നറ്റൈസേഷൻ കമ്പോണൻ്റ് ആണ്, ഇത് കോർ ലോസ് കമ്പോണൻ്റ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ റെഫർ ചെയ്തിരിക്കുകയാണ്, പ്രൈമറി സൈഡിലേക്ക് ഞാൻ റെഫർ ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു R2'. R2' എന്ത് വേണമെങ്കിലും ആവാം, അതായത് R2ൻ്റെ A² ആവാം, അല്ലെങ്കിൽ R2/A² ആയിരിക്കും. അത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ R2'ൻ്റെ വാല്യൂ വരിക. ഓക്കെ, X' സിമിലർ പോലെ തന്നെ. ഇപ്പോൾ ഞാനൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി സൈഡിലുള്ള വോൾട്ടേജ് സെക്കൻഡറി സൈഡിൻ്റെ വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ എന്തെങ്കിലും റെസിസ്റ്റൻസ് കൂടുതലായിരിക്കണം. അപ്പോൾ A² × R2 എന്നായിരിക്കും വരിക ഈ R2'. ഇനി സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരിക. ഓക്കെ, എല്ലാം ഡിസ്കസ് ചെയ്താണ്. സോറി, കോയിലല്ല, ലോഡാണ് വരിക്കുന്നത്. ഇതൊരു ലോഡാണ്. ലോഡിനെ ക്രോസ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു A × V2 എന്ന് ക്രോസ് ഒരു വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക, ഇവിടെ ഞാൻ V1 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സപ്ലൈ കൊടുക്കും. AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഇതിൽ കൂടെ പോണ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് I1, ഇതിൽ കൂടെ പോണ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് I2', ഇതിൽ കൂടെ പോണ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് I0. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോർ ലോസ് കമ്പോണൻറ്റ് ഒഴിവാച്ചിട്ട് കോർ ലോസ് കമ്പോണൻറ്റ് നോക്കണ്ട. ബാക്കിയുള്ള ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് എന്താണ്, I1² × R1 + I2² × R2. റെസിസ്റ്റൻസിനെ ക്രോസ് മാത്രമാണ് നമ്മൾ ലോസ് കൺസിഡർ ചെയ്യുള്ളൂ. റിയാക്ടൻസ് ഒന്നും നമുക്ക് ലോസസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഏത് എലമെൻ്റ് ആണോ ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ പവറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ്, R1 ഉം R2. അതായത് വൈൻഡിങ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള R1 ഉം സെക്കൻഡറി വൈൻഡിങ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള R2 ആണ്. അപ്പോൾ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, TCU. ടോട്ടൽ എന്താണ് പറഞ്ഞാൽ I1² × R1 + I2'² × R2'. ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ ലോസസ് വരിക. ഇനി നമ്മൾ അപ്രോക്സിമേഷൻ മോഡൽ എടുക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും വരിക, അപ്രോക്സിമേഷൻ മോഡൽ എങ്ങനെയായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോ ലോഡ് കമ്പോണൻസിനെ നമ്മൾ നെഗ്ലിജിബിളായിട്ട് കൺസിഡർ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ലോഡ് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ, നോ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 to 5% ഫുൾ ലോഡ് കറണ്ടാണ്. അതുകൊണ്ട് തന്നെ നോ ലോഡ് കമ്പോണൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ടേംസുമാണ് നമ്മൾ റെപ്രസെൻ്റ് ഉണ്ടായ JX2', R2'. ലോഡ് ഉണ്ടെങ്കിൽ ലോഡ്. ഓക്കെ, ഇതിൽ കൂടെ പോണ കറണ്ട് I1. സോ ഇത് ഞാൻ പ്രൈമറി ആയിട്ട് റെഫർ ചെയ്തിരിക്കുകയാണ്. നോ ലോഡ് കമ്പോണൻസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്രോക്സിമേഷൻ മോഡൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ലോസ് എന്തായിരിക്കും വരിക, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് I1² × R1 + R2'. അതായത് PCU X is equal to I1² × R equivalent. So I1² × R equivalent. R equivalent is nothing but R1 + R2' എന്ന് പറയുന്നതാണ് കോപ്പർ ലോസസ് നമുക്ക് വരിക.
ഇപ്പോൾ ഇത് ഞാൻ പ്രൈമറിക്ക് റെഫർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, പ്രൈമറിയോട് റെഫർ ചെയ്ത്, സെക്കൻഡറി സൈഡ് പ്രൈമറിയോട് റെഫർ ചെയ്ത് കാരണമാണ് നമുക്ക് PCX കോപ്പർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് I1² R ഇക്വലൻറ്റിൽ R1 + R2 വന്ന്. ഇനി ഞാൻ സെക്കൻഡറി സൈഡിലാണ് റെഫർ ചെയ്യുന്നത് വെച്ചാൽ എന്ത് സംഭവിക്കും, ഇതെല്ലാം സെക്കൻഡറി സൈഡിലേക്ക് പോകും. അപ്പോൾ സെക്കൻഡറി സൈഡിൽ എന്തായിരിക്കും വരിക, I2 എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് എടുക്കും, I2² ഇൻറ്റു ഈ R1 ആയിരിക്കും ഞാൻ റെഫർ ചെയ്യുക. അപ്പോൾ R1 ഡാഷ് പ്ലസ് ദാറ്റ് എടുത്ത് ഓഫ് R2 ഇസ് ഈക്വൽ ടു സെക്കൻഡറി എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഏത് സൈഡിൽ റെഫർ ചെയ്താലും പ്രശ്നമില്ല, ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ പ്രൈമറി സൈഡിലൂടെ റെഫർ ചെയ്തിട്ട് ലോസസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സെക്കൻഡറി സൈഡിൽ റെഫർ ചെയ്തിട്ട് ലോസസ് കണ്ടുപിടിക്കുക. രണ്ട് സൈഡിലേക്ക് ഞാൻ റെഫർ ചെയ്താലും ലോസസ് സെയിം തന്നെ ആയിരിക്കും, കാരണം കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടാണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ I1 എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് പ്രൈമറി സൈഡിലുള്ള കറണ്ടാണ്, R2 എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി സൈഡിലുള്ള റെസിസ്റ്റൻസിന് നമ്മൾ പ്രൈമറിക്ക് റെഫർ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതേപോലെ തന്നെ I2 എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറിയുള്ള കറണ്ടാണ്, R1 എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈമറിയുള്ള റെസിസ്റ്റൻസിന് സെക്കൻഡറിയിൽ നമ്മൾ റെഫർ ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് വരിക. അതായത് ഈ I2 അല്ലെങ്കിൽ I1 എന്ന് പറഞ്ഞിരിക്കുന്നത് റേറ്റഡ് കറണ്ട് ആണെന്ന് വെച്ചാൽ, അതായത് നമുക്കൊരു ട്രാൻസ്ഫോമർ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു 510 MVA ട്രാൻസ്ഫോമർ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10 kVA 100 വോൾട്ട് ഡിവൈഡഡ് ബൈ 100 വോൾട്ട് ഒബ്ലിക് 200 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റഡ് കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റേറ്റഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MVA. സോ MVA എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, നമ്മളിപ്പോൾ സിംഗിൾ ഫേസ് ആണ്, അപ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് വിൽ ബി ഗീവ്സ് അബൌട്ട് പവർ, അതായത് MVA. അപ്പോൾ ഇവിടെ എന്താണ് വരിക, 100 പ്രൈമറി സൈഡ് നോക്കുകയാണെങ്കിൽ 100 ഇൻറ്റു I1 വിൽ ബി ഈക്വൽ ടു 10 ഇൻറ്റു 10³ അപ്പോൾ I1 എന്ത് സംഭവിക്കും, I1 ഈസ് നത്തിങ് ബട്ട് 100 ആംപിയർ. സോ ഈ 100 ആംപിയർ ആണ് റേറ്റഡ് ആയിട്ടുള്ള കറണ്ട്, ഏത് പ്രൈമറി സൈഡിലെ റേറ്റഡ് ആയിട്ടുള്ള കറണ്ട്. അപ്പോൾ പ്രൈമറി സൈഡിലെ റേറ്റഡ് ആയിട്ടുള്ള കറണ്ട് വരുമ്പോൾ ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ റേറ്റഡ് ആയിട്ടുള്ള കറണ്ടാണ് നമ്മൾ എപ്പോഴും എടുക്കുക. നമുക്ക് കോപ്പർ ലോസ് ഏത് ലോഡിന് വേണമെങ്കിലും കണ്ടുപിടിക്കാനാണ്. നമുക്ക് ട്രാൻസ്ഫോമറിൽ എപ്പോഴും ഫുൾ ലോഡായിരിക്കും വരുന്നുണ്ടാവില്ല, ട്രാൻസ്ഫോമറിൽ പല ടൈപ്പ് ഓഫ് ലോഡ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഹാഫ് ലോഡായിരിക്കും ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യുക, ചിലപ്പോൾ പറഞ്ഞു വെച്ചാൽ 3/4 ലോഡിലായിരിക്കും ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഫുൾ ലോഡ് വരണമെന്നുമില്ല. ഇപ്പോൾ ഫുൾ ലോഡ് ആകുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുക, 10 kVA. ഇപ്പോൾ ഇതാണ് നമ്മളൊരു ട്രാൻസ്ഫോമർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റേറ്റഡ് ആയിട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് kVA ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ചെയ്യുക, നമുക്ക് റേറ്റഡ് ആയിട്ടുള്ള കറണ്ട് കിട്ടും. ആ റേറ്റഡ് ഓഫ് കറണ്ടിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോസസിനെ നമുക്ക് പറയാം ഫുൾ ലോഡ് ആയിട്ടുള്ള കോപ്പർ ലോസ് എന്ന് പറയാം. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ് 3/4 ലോഡിൽ നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാഫ് ലോഡിൽ ഇതിൻ്റെ കോപ്പർ ലോസ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ലോഡ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുറയുന്നതനുസരിച്ച് നമുക്ക് മാറുന്ന ഒരു ഫാക്ടറാണ് കറണ്ട്. ഇപ്പോൾ ഫുൾ ലോഡ് ആകുമ്പോൾ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 100 ആംപിയർ ആണ്. ഇനി ഹാഫ് ലോഡിലാണെന്ന് പറഞ്ഞു വെച്ചാൽ കറണ്ട് എന്ത് സംഭവിക്കും, കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് I1 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ I1A എന്ന് അങ്ങനെ ഞാൻ പറയാം, I1A ഈസ് നത്തിങ് ബട്ട് 100 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 50 ആംപിയർ. ഹാഫ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 50 ആംപിയർ കറണ്ടേ വലിക്കുന്നുള്ളൂ. ഇനി ഞാൻ പറയുകയാണെങ്കിൽ 3/4 ലോഡിലാണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 3/4, 100 ഡിവൈഡ് ബൈ 3/4 എത്ര ആംപിയർ ആണ് വരുന്നത്, അതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങൾക്ക് കോപ്പർ ലോസ് ഫുൾ ലോഡ് കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ പറയാം, ചിലപ്പോൾ ഹാഫ് ലോഡ് കോപ്പർ ലോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറയാം, ചിലപ്പോൾ 3/4 പറയാം. പല ലോഡിലും നിങ്ങൾക്ക് കോപ്പർ ലോസ് കണ്ടുപിടിക്കാനായിട്ട് പറയാം. അപ്പോൾ ലോഡ് മാറുന്നതനുസരിച്ച് കറണ്ട് മാറുന്ന എല്ലാവരും ശ്രദ്ധിക്കാം. എപ്പോഴും നിങ്ങൾ ഫുൾ ലോഡ് കറണ്ട് തന്നെ എടുക്കരുത്. അപ്പോൾ നമുക്കൊരു കണ്ടുപിടിക്കാനൊരു മെത്തേഡ് ഉണ്ട്. പർട്ടിക്കുലർ ലോഡിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PCUX എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഡാണ്. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ലോഡാണെന്നുള്ള ഇതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. PCUX ഈസ് നത്തിങ് ബട്ട് x² ഇൻറ്റു I² R. അതായത് ഈ I² R എന്ന് പറഞ്ഞിരിക്കുന്നത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ്. ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഓക്കെ, ഈ I² R എന്ന് പറഞ്ഞിരിക്കുന്നത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ്. ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ലോഡിൻ്റെ കറണ്ടാണ്. ഇപ്പോൾ ഹാഫ് ലോഡാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു, എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫാക്ടർ എന്തായിരിക്കും, I ഡിവൈഡഡ് ബൈ, ഇപ്പോൾ I എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ടാണ് ഞാൻ ജസ്റ്റ് എടുത്തിരിക്കുന്നത്, I റേറ്റഡ് ഡിവൈഡഡ് ബൈ 0.5 I റേറ്റഡ്, അല്ലെങ്കിൽ I റേറ്റഡ് ഡിവൈഡഡ് ബൈ 2. ആ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫാക്ടർ എന്ന് പറയുന്നത്
2 ആയിരിക്കും. അപ്പോൾ എത്ര ഫാക്ടർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതാണ് ഈ എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പി സി എക്സ് ഈസ് നത്തിങ് ബട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ആർ ലോസ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0.9 അല്ലെങ്കിൽ 90% ഓഫ് ലോഡ് എന്നൊക്കെയാണ് ഈ പറയുന്നത് വെച്ചാൽ എക്സിൻ്റെ ഫാക്ടർ ആയിരിക്കും വരാം. എക്സ് വിൽ ബി ജസ്റ്റ് 0.9 ആയിരിക്കും വരിക. ഓക്കെ ഫൈൻ, ലൈക്ക് ദാറ്റ് യു ക്യാൻ ഡു ഫൈൻ. സോ ഇതാണ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും വരിക നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ഫൈൻ. സോറി ഇത് നേരെ റിവേഴ്സാണ് വരിക. ഇത് നേരെ റിവേഴ്സാണ് വരിക. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കറസ്പോണ്ടിങ് ടു ദാറ്റ് എടുത്ത് ഓഫ് ഐ ഫുൾ ലോഡ്. ഇതാണ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫാക്ടർ വരിക. റിവേഴ്സ് ആയിരിക്കും വരിക. അതായത് ഇപ്പോൾ ഹാഫ് ലോഡ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ലോഡ് എന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 0.5 ഐ ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ ഐ എഫ് എൽ ആണ് വരിക. ഓക്കെ, സോ ദിസ് വിൽ ബിക്കം 0.5 ആണെന്ന് പറയാം. ഓക്കെ ഫൈൻ. സോ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, പി സി എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ റേറ്റഡ് ആയിട്ടുള്ള കറണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റേറ്റഡ് ആയിട്ടുള്ള കറണ്ട് ഇൻറ്റു ആർ ഇക്വലൻറ്റ് ചെയ്യുമ്പോഴാണ് ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ ലോഡിലാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഹാഫ് ലോഡാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.5 ആയിരിക്കും, 2 ആയിരിക്കില്ല, സോറി. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.5 ആയിരിക്കും. 0.5 സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 90% ഓഫ് ലോഡാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.9 ആയിരിക്കും. എക്സ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ ഡിവൈഡ് ബൈ ഐ ഫുൾ ലോഡ്. ഐ ഫുൾ ലോഡ് നമുക്ക് അറിയാം എങ്കിൽ ഏത് പർട്ടിക്കുലർ ലോഡിലെ ഐ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഫുൾ ലോഡ് കോപ്പർ ലോസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവാൻ തോന്നുന്നു. ഇത് തീരെ ആയതുകൊണ്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണ് കോർ ലോസ് എന്നുള്ളത്. ഇതാണ് കോപ്പർ ലോസിനെ പറ്റിയിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിൽ പഠിക്കാനുള്ളത്. അടുത്തെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കോർ ലോസ് ആണ്. സോ അടുത്തെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് കോർ ലോസ് ആണ്. അപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള കോർ ലോസ് ഉണ്ട്. ഒന്ന് എഡ്ഡി കറന്റ് ലോസസ് ഉണ്ട്, ഒന്ന് ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ എഡ്ഡി കറന്റ് ലോസ്. എന്താണ് ഒരു എഡ്ഡി കറണ്ട്? എഡ്ഡി കറണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കറണ്ട് ആണോ? എങ്ങനെയാണ് എഡ്ഡി കറണ്ട് ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ കോർ ഉണ്ടാക്കുന്നത്. അതായത് സ്റ്റീൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനൊപ്പം തന്നെ ഒരു കണ്ടക്ടർ കൂടിയാണ് സ്റ്റീൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റീൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെറ്റീരിയലിന് എന്തായാലും ഒരു കണ്ടക്ടിവിറ്റിയും കൂടിയുണ്ട്. ഇതൊരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്, അതിനോടൊപ്പം അതിനൊരു കണ്ടക്ടിവിറ്റിയും കൂടിയുണ്ട്. അപ്പോൾ എന്താണ് ഈ ട്രാൻസ്ഫോമർ കോർ എന്ന് പറഞ്ഞാൽ ഈ സിലിക്കൺ സ്റ്റീൽ, ഈ ട്രാൻസ്ഫോമർ കോറിലാണ് നമ്മുടെ വൈൻഡിങ്സ് എല്ലാം വൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ വൈൻഡിങ്സ് എല്ലാം വൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഫ്ലക്സ് ഉണ്ടാവും. ഫ്ലക്സിൽ നമുക്കൊരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടായിരിക്കും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് സെക്കൻഡറി സൈഡിൽ വീണ്ടും ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉണ്ടാകും ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്ന സമയത്ത് ഈ സ്റ്റീലും ഒരു കണ്ടക്ടർ തന്നെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇ എം എഫ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഫ്ലക്സ് ഇങ്ങനെ ലിങ്ക് ചെയ്യാന്നുള്ളൂ. ഫ്ലക്സ് ഈ കോറിൽ കൂടിയും, അതായത് കോറിലെങ്ങനെയാണ് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നിരിക്കുന്നത്. ഇതാണ് ഒരു പ്രൈമറി ടേൺസ്, ഇതാണ് സെക്കൻഡറി ടേൺസ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം. അപ്പോൾ ഇതിൽ കൂടെയാണ് കറണ്ട് പോകുന്നത് നമുക്കൊരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിരിക്കുന്നു. ഈ കോയിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ കോറാണ്. ആ കോറിനാണ് ഞാൻ സിലിക്കൺ സ്റ്റീൽ കോറാണ്, അതായത് സിലിക്കൺ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു കോറിലും ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള, അതൊരു കണ്ടക്ടർ ആയതുകൊണ്ട് ആ ഒരു കോറിലും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഇ എം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇ എം എഫ് അല്ല. കാരണം അതിൽ നിന്ന് നമുക്ക് കറണ്ട് എടുക്കുകയോ പുറത്തെടുക്കുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അത് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന, ഈ സ്റ്റീലിൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇ എം എഫ് ഒരു ക്ലോസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു, ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ക്ലോസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു റെസിസ്റ്റൻസ് ഓഫ് കോർ, ദിസ് ഈസ് ഈക്വൽ ടു എഡ്ഡി കറണ്ട് ലോസ്. അതായത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇവിടെ എടുക്കുന്ന കോർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റീൽ എന്ന് പറഞ്ഞിരിക്കുന്ന കോറാണ്. സ്റ്റീൽ എന്ന് പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റിക് മെറ്റീരിയലിനൊപ്പം തന്നെ അതൊരു കണ്ടക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൂടി തന്നെയാണ്. അതിനൊരു കണ്ടക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ കോറിൽ ഇപ്പം നമുക്കൊരു ഇ എം എഫ് ഫ്ലക്സ് വഴി നമ്മളൊരു വൈൻഡിങ്സിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ദർ ഇസ് എ ചാൻസ് ഓഫ്
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ കോർ ഓൾസോ. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കോറിലും നമുക്കൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊരു ക്ലോസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു കറണ്ട് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ആ കറണ്ടാണ് നമുക്ക് എഡ്ഡി കറണ്ട് എന്ന് പറയുന്ന കറണ്ട്. കാരണം ആ പവർ നമുക്കൊരു ട്രാൻസ്ഫർ ആയിട്ട് അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പവറല്ല, ജസ്റ്റ് ലോസ് ആവുന്നൊരു പവർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ I square R ഇൻറ്റു ആ പർട്ടിക്കുലർ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ സ്കോർ വിൽ ബി ഗീവ് എഡ്ഡി കറണ്ട് ലോസസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ എഡ്ഡി കറണ്ട് ലോസസ് നമുക്ക് എന്തായാലും അവോയ്ഡ് ചെയ്ത് പറ്റും. കാരണം എഡ്ഡി കറണ്ട് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ഒരു യൂസ്ഫുൾ അല്ലാത്തൊരു പവറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ലോസിനെ നമുക്ക് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. അപ്പോൾ എഡ്ഡി കറണ്ട് ലോസസ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലാമിനേഷൻസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ ഈ കറണ്ട് I square R കോറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഓൾസോ നോൺ ആസ് V square ഡിവൈഡഡ് ബൈ R കോർ. അതായത് പവറിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാമല്ലോ. കറണ്ട് I ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് കോർ. നമുക്ക് ഈ റെസിസ്റ്റൻസ് ഓഫ് കോർ കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പവറിനെ അല്ലെങ്കിൽ I square Rനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് കോർ കുറയ്ക്കാൻ വേണ്ടി എന്താണ്, R കോർ ഈസ് നത്തിങ് ബട്ട് റോ L ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് കോർ നമുക്ക് കൂട്ടാണ് വേണ്ടത്. അപ്പോൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏരിയ, അതായത് ഏരിയ നമുക്ക് കുറയ്ക്കണം. അതായത് ഏരിയ സബ്ജക്റ്റഡ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഷുഡ് ഡിക്രീസ്. അപ്പോൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ എഡ്ഡി കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏരിയ നമുക്ക് കുറയ്ക്കണം. ആ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനേഷൻസ് തിൻ ലാമിനേഷൻസ് കട്ട് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ കുറയ്ക്കുന്നു, റെസിസ്റ്റൻസ് ഓഫ് ആർ കൂട്ടുന്നു. റെസിസ്റ്റൻസ് ഓഫ് ആർ കൂട്ടുമ്പോൾ നമ്മുടെ പവർ ലോസ് നമ്മൾ കുറയുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിൻ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്സൈഡൊക്കെ നമ്മൾ കോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് നമുക്ക് എഡ്ഡി കറണ്ട് വരുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് ഒരു മാറ്റർ. പിന്നെയെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എഡ്ഡി കറണ്ട് ലോസിൻ്റെ നമുക്കൊരു ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ് എഡ്ഡി കറണ്ട് ലോസസ്. ഞാൻ WE ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എഡ്ഡി കറണ്ട് ലോസ് WE ഈസ് ഈക്വൽ ടു K സ്ക്വയർ V സ്ക്വയർ K സ്ക്വയർ വേണ്ട, KE V സ്ക്വയർ F സ്ക്വയർ ഇൻറ്റു T സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് എല്ലാവരും ഓർക്കുക. എഡ്ഡി കറണ്ട് ലോസ് ഈസ് പ്രൊപ്പോർഷൻ ടു ദാറ്റ് ഇറ്റ് ഓഫ് KE into V square F square into TC. This is nothing but Steeman's coefficient ആണ്. Steeman's coefficient അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എന്താണ് വിളിക്കാം. എന്ന് പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് ആണ്, എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസി ആണ്, എന്ന് പറഞ്ഞിരിക്കുന്നത് തിക്നെസ് ആണ്. സോ എഡ്ഡി കറണ്ട് ലോസ് is directly proportional to that of V square into F square into T square. So എഡ്ഡി കറണ്ട് is directly proportional to into V square F square T square. ഇതാണ് എഡ്ഡി കറണ്ട് ലോസസിൻ്റെ ഫോർമുല. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എഡ്ഡി കറണ്ട് is directly proportional to that of F square. അപ്പോൾ എഡ്ഡി കറണ്ട് എപ്പോഴാണ് directly proportional to F square ആവുന്നത്? നമുക്കറിയാം, സോറി ദിസ് ഇസ് നോട്ട് B, ദിസ് ഇസ് B square. സോ എഡ്ഡി കറണ്ട് ലോസ് ഈസ് ഈക്വൽ ടു KE ഇൻറ്റു B സ്ക്വയർ F സ്ക്വയർ ഇൻറ്റു B സ്ക്വയർ ആണ് നമുക്ക് വരിക. സോ B ആണ് വരുന്നത്, ഫ്ലക്സ് ഡെൻസിറ്റി ആണ് അവിടെ വരുന്നത്, വോൾട്ടേജ് അല്ല, ഫ്ലക്സ് ഡെൻസിറ്റി ആണ് അവിടെ വരുന്നത്. സോ എന്താണ് സംഭവിക്കുക, എഡ്ഡി കറണ്ട് ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഓഫ് F സ്ക്വയർ എന്നെല്ലാവർക്കും അറിയാം. ഏത് കണ്ടീഷനിൽ? കണ്ടീഷൻ ഈസ് നത്തിങ് ബട്ട് V/F റേഷ്യോ കോൺസ്റ്റന്റ് ആകുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് നമ്മളാണ്. എഡ്ഡി കറണ്ട് ലോസസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F സ്ക്വയർ. സോ ഇത് എല്ലാവരും കറക്റ്റ് ചെയ്യുക. W ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് K ഇൻറ്റു B സ്ക്വയർ ഇൻറ്റു F സ്ക്വയർ ഇൻറ്റു T സ്ക്വയർ ആയിരിക്കും വരിക. B എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് വരിക, F എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസി ആണ്, T എന്ന് പറഞ്ഞിരിക്കുന്നത് തിക്നെസ് ആണ്. ഇനി V/F റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റന്റ് ആവുന്ന കണ്ടീഷനിൽ എഡ്ഡി കറണ്ട് ലോസസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു എന്ന് വെച്ചാൽ ഈ RMS is nothing but it is 4 into N into 5 into F. This 5 can be written as B into A. So we know that E divided by F is equal to 4. So E divided by F is equal to 4.44 into N into B into A. So what will happen? Voltage divided by, so this can be written as voltage divided by frequency is equal to directly proportional to B ആണ്. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റീസും കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു B. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ പ്രൊപ്പോർഷണൽ ആണ് V/F എന്ന് പറഞ്ഞിരിക്കുന്നത്. V/F കോൺസ്റ്റന്റ് ആണെങ്കിൽ WE അതായത് എഡ്ഡി കറണ്ട് ലോസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഓഫ് ഫ്രീക്വൻസി സ്ക്വയർ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ ബിക്ക് പകരം നമ്മൾ V/F കൊടുക്കും. ഇത് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് WE ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F സ്ക്വയർ എന്ന് പറയുന്നത്. ഇതാണ് എഡ്ഡി കറണ്ട് ലോസ്. ഇതിലാകെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/F റേഷ്യോ കോൺസ്റ്റന്റ് ആകുമ്പോൾ എഡ്ഡി കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F സ്ക്വയർ ആയിരിക്കും വരിക. ഇനി V/F റേഷ്യോ കോൺസ്റ്റന്റ് അല്ല എന്ന് പറയുക. വെൻ V/F ഈസ് നോട്ട് കോൺസ്റ്റന്റ്, ആവുന്ന കണ്ടീഷൻ എന്തായിരിക്കും വരിക? സോ W ഈസ് നത്തിങ് ബട്ട്
കെ ഇ ഇൻറ്റു ബിന് പകരം ഞാൻ വി ബൈ എഫ് കൊടുക്കുകയാണ്. സോ വി ഡിവൈഡഡ് ബൈ എഫ് ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ ഈ എഫ് സ്ക്വയറും ക്യാൻസൽ ആവും. ഡബ്ല്യു ഇ പ്രൊപ്പോർഷൻ ടു ദാറ്റ് ഓഫ് വി സ്ക്വയർ ആയിരിക്കും വരിക. സോ വി ബൈ എഫ് റേഷ്യോ കോൺസ്റ്റൻ്റ് ആവുന്ന കേസിൽ ഡബ്ല്യു ഇ പ്രൊപ്പോർഷൻ ടു എഫ് സ്ക്വയർ ആണ്. വി ബൈ എഫ് റേഷ്യോ കോൺസ്റ്റൻ്റ് അല്ലാത്ത കേസിൽ ഡബ്ല്യു ഇ ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷൻ ടു ദാറ്റ് ഓഫ് വി സ്ക്വയർ ആയിരിക്കും. വോൾട്ടേജിൻ്റെ സ്ക്വയർ ആയിരിക്കും വരിക എഡ്ഡി കറന്റ് ലോസ്. ഇവിടെ വോൾട്ടേജ് ഫ്രീക്വൻസിയുടെ സ്ക്വയർ ആണ്, ഇവിടെ വോൾട്ടേജിൻ്റെ സ്ക്വയർ ആണ്. ഇവിടെ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ബി ആണ് വരിക, വി അല്ല വരിക, ബി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എഡ്ഡി കറന്റ് ലോസസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത് നമുക്ക് ഹിസ്റ്റെറിസിസ് ലോസസ് നമുക്ക് നോക്കാം. സോ ഇതിന് ശേഷം നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും ക്ലാരിറ്റി കിട്ടും. സോ എന്താണ് ഹിസ്റ്റെറിസിസ് ലോസ്? എല്ലാവർക്കും ഒരു ബി എച്ച് കർവിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എച്ച് കർവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. ലീനിയർ അല്ല, ഇതാണ് ബി എച്ച് കർവ് എന്ന് പറയുന്നത്. ബി എച്ച്. ഓക്കെ, അതായത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനകത്ത്, ഒരു ആറ്റത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ എല്ലാ മാഗ്നറ്റിക് മെറ്റീരിയലിനകത്ത് അല്ലെങ്കിൽ എല്ലാ ആറ്റത്തിൻ്റെ അകത്ത് ഓരോ ഡൈപോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ മാഗ്നറ്റിക് മെറ്റീരിയലിനകത്ത് ഒരു ആറ്റംസ് ഉണ്ടായിരിക്കും. ആറ്റംസിനകത്ത് നമുക്ക് ഡൈപോൾസ് ഉണ്ടായിരിക്കും. ഡൈപോളിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുകയാണെന്ന് ഇരിക്കാം. ഒരു സൈനസോയിഡൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ കൊടുക്കുകയെന്ന് ഇരിക്കാം. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ ആറ്റത്തിൻ്റെ അകത്തുള്ള ഡൈപോൾസ് എല്ലാം ഒരു പർട്ടിക്കുലർ അലൈൻമെൻറ്റ് ഉണ്ടായിരിക്കും. അതായത് ആദ്യം ഈ പർട്ടിക്കുലർ ഇതാണ് ഒരു ആറ്റം, ഇതിൻ്റെ അകത്തുള്ള അലൈൻമെൻറ്റ്സ് എല്ലാം എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു അലൈൻമെൻറ്റ് ഇങ്ങനെയാണ്, ഒരു അലൈൻമെൻറ്റ് ഇങ്ങനെയാണ്, ഒരു അലൈൻമെൻറ്റ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കുക. ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ഓരോ ഡൈപോളും ഇരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആറ്റം. ഇതിനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ഓരോ ഡൈപോളിനും ഓരോ അലൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ അലൈൻമെൻറ്റ് ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുക? ഒരു മാഗ്നറ്റിക്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ് സംഭവിക്കുക? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എപ്പോഴെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ ഡൈപോൾസും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഓറിയൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഇതിലൊരു എക്സ്റ്റേണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരു ഡയറക്ഷനിൽ ഓറിയൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം ഒരു ഡയറക്ഷനിൽ ഓറിയൻ്റ് ആയിട്ട് നമുക്ക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഇതിന് പകരം ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ മാഗ്നറ്റൈസേഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ ഓറിയൻറ്റേഷൻ വരാം. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഏത് ഡയറക്ഷനിൽ, ഇപ്പോൾ ഇത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ഏത് ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസേഷൻ കൊടുക്കുന്നത് ആ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഓരോ അലൈൻമെൻറ്റ്സും വരിക. ഡൈപോളിൻ്റെ അലൈൻമെൻറ്റ്സ് വന്നിട്ട് അത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഫൈൻ. അതാണ് ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെയും ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്ഫോമർ എടുക്കുന്ന ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആദ്യ സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യ സമയത്ത് എന്ത് ശ്രമിക്കും? ഇതിന് അകത്തുണ്ടായിരിക്കുന്ന ഡൈപോൾസ് എല്ലാം ഇങ്ങനെ ആദ്യം ഓരോ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാനല്ലേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത് ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് നമ്മുടെ കറണ്ട്, ഇപ്പോൾ ഇതിനെ നമുക്ക് കറണ്ട് ധരിക്കാം, ഇതിന് ഫ്ലക്സ് നമുക്ക് വിളിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് ആദ്യം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇത് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫ്ലക്സ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതൊക്കെ ഈ അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫ്ലക്സ് ഈ പർട്ടിക്കുലർ മെറ്റീരിയൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കറണ്ടിൽ, അതായത് ഇവിടെ വരെയുള്ള കറണ്ടിൽ എന്ത് ചെയ്തു? ഇത് അലൈൻ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫ്ലക്സ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിനുശേഷം എന്താണ് സംഭവിക്കുക? അപ്പോൾ അതിനുശേഷം ഇതൊരു സ്ട്രിങ് ഇപ്പോൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഈ എല്ലാ ഡൈപോൾസും അലൈൻ ചെയ്തിട്ട് നമുക്കൊരു ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒരു സ്ട്രിങ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനുശേഷം എന്താണ്? നമ്മൾ ആ കറണ്ട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് നമുക്ക് എന്ത് വേണം? നമുക്കിതിൻ്റെ കറണ്ട്, അതായത് നമുക്കിതിൻ്റെ ഫ്ലക്സ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലക്സ് നമുക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇതെല്ലാം ഒരു ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അലൈൻ ചെയ്തിട്ട് ഒരു സ്ട്രിങ് ആയിട്ട് ഫോം ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമുക്ക്
എന്താ പറയുക, ഇതിൻ്റെ ഫ്ലക്സ്, ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫ്ലക്സ് നമുക്ക് കുറയ്ക്കും. പക്ഷേ ഇതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രിങ് ഫോം ചെയ്തതിന് ശേഷം ഇനി ഇതിൽ നിന്നും വിട്ട് പിരിയാനായിട്ട്, അതായത് ഇപ്പോൾ ഈ സ്ട്രിങ്ങിൽ നിന്നും ഈ ഡൈപോളി സ്ട്രിങ്ങിൽ നിന്നും വിട്ട് പിരിയാനായിട്ടുള്ള ഒരു ഇനേർഷ്യ അവർക്കുണ്ടായിരിക്കും. അതായത് അതിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള ഒരു ഇനേർഷ്യ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എങ്കിൽ കൂടി ഓരോ ഡൈപോൾസും ഇതിൽ നിന്നും അലൈൻമെൻറ്റിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ശ്രമിക്കും. എപ്പോൾ? നമ്മുടെ കറണ്ട് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ കറണ്ട് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഫ്ലക്സും കുറഞ്ഞു വരും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് കറണ്ട് 0 ആണ്, പക്ഷേ നമുക്കൊരു ഫ്ലക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഫ്ലക്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസിഡ്യൂവൽ ഫ്ലക്സ് നമുക്ക് പറയാം. റെസിഡ്യൂവൽ ഫ്ലക്സ്, അതായത് നമ്മുടെ കറണ്ട് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് 0 ഫ്ലക്സ് ആണ് കിട്ടുന്നത്. കാരണം കറണ്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്തിനാണ് ഫ്ലക്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? പക്ഷേ നമുക്കിവിടെ കറണ്ട് 0 ആവുന്ന സമയത്ത് കൂടി നമുക്കിവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലക്സിൻ്റെ പേരാണ് റെസിഡ്യൂവൽ ഫ്ലക്സ്. അതായത് നമുക്കൊരു ഡൈപോൾ ഒരു അലൈൻമെൻറ്റ് ഫോം ചെയ്തു, കറണ്ട് കുറയുന്ന സമയത്ത് ആ അലൈൻമെൻറ്റിൽ നിന്നും കുറച്ച് ഡൈപോൾസ് പോകാനായിട്ട് ശ്രമിക്കുന്നു. എങ്കിലും കുറച്ച് ഡൈപോൾസ് അലൈൻമെൻറ്റിൽ തന്നെ നിന്ന് ഒരു സ്ട്രിങ് തന്നെ ഫോം ചെയ്തിട്ട് നമുക്കൊരു ഫ്ലക്സിനെ നമുക്ക് കിട്ടും. അതിനെയാണ് നമുക്ക് റെസിഡ്യൂവൽ ഫ്ലക്സ് നമുക്ക് പറയുക. ഇനി ഈ അലൈൻമെൻറ്റ്സ്, അതായത് ഇപ്പോൾ 0 കറണ്ടിൽ നമുക്കൊരു അലൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സ്ട്രിങ്ങിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്കൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാം, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്കൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഈ അലൈൻമെൻറ്റ് ഡിക്രീസ് ചെയ്തിട്ട് 0 ആവുകയുള്ളൂ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പറയുക കോയേഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. കോയേഴ്സീവ് ഫോഴ്സ് ചിലരെങ്കിലും കേട്ട് കാണും. കോയേഴ്സീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫോഴ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ശരിക്കും നമുക്ക് ഈ ഫ്ലക്സ്, ഈ കറണ്ട് 0 ആവുന്ന സമയത്ത് ഫ്ലക്സ് 0 ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ അതൊരു സ്ട്രിങ് ആയിട്ട് ഫോം ചെയ്യുന്ന കാരണം കൊണ്ടാണ് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫോഴ്സ് അല്ല, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പവർ അല്ല. അപ്പോൾ ആ പവർ വേസ്റ്റ് ആവുന്നതിനാണ് നമുക്ക് ഹിസ്റ്റെറിസിസ് ലോസസ് എന്ന് നമുക്ക് പറയുന്നത്. അതായത് ഈ റെസിഡ്യൂവൽ ഫ്ലക്സ് ഉണ്ടായ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പവർ കൊടുക്കണം. എന്തിനാ? ഈ സ്ട്രിങ് അല്ലെങ്കിൽ ഈ ഫ്ലക്സിന് നമുക്ക് 0 ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വേസ്റ്റ് ആവുന്ന പവറാണ് നമുക്ക് ഹിസ്റ്റെറിസിസ് ലോസസ് എന്ന് നമുക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റെറിസിസ് ലോസസിൻ്റെ ഫോർമുല തന്നെയാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹിസ്റ്റെറിസിസ് ലോസസ് WH ഇസ് നത്തിങ് ബട്ട് KH ഇൻറ്റു B raised to 1.6. This is equal to Stevens constant ആണ്. 1.6 എന്ന് പറഞ്ഞിരിക്കുന്നത് സിലിക്കൺ എടുക്കുന്ന പീരീഡാണ്. 1.6 ഇൻറ്റു F ഇൻറ്റു V. V എന്ന് പറഞ്ഞിരിക്കുന്നത് വോളിയമാണ്. B എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. F എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റീവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1.6 ആണ്. അത് സിലിക്കൺ ആണ്. സിലിക്കൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മെറ്റീരിയൽ, ഇപ്പോൾ സ്റ്റീലാണ് നമ്മുടെ കോർ, അതിൽ നമ്മൾ സിലിക്കൺ ആഡ് ചെയ്യണം. സിലിക്കൺ എന്ന് പറഞ്ഞാൽ ഒരു 4 to 5% നമ്മൾ സിലിക്കൺ ആഡ് ചെയ്യുള്ളൂ. സിലിക്കൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ റെസിസ്റ്റിവിറ്റി കൂടും. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടി കഴിഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസ് ഓഫ് ദ കോർ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എഡി കറന്റ് ലോസസ് കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഈ വൈൻഡിങ്ങിൻ്റെ കോപ്പർ ലോസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എഡി കറന്റ് ലോസസും ഹിസ്റ്റെറിസിസ് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ്സ് വരുന്നത്. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 ഫോർമുലാസ് ആണ്. WEയുടെ ഫോർമുലയോട് ഞാൻ എഴുതാം. WE ഈസ് നത്തിങ് ബട്ട് KE ഇൻറ്റു B സ്ക്വയർ F സ്ക്വയർ ഇൻറ്റു ദാറ്റ് ഓഫ് T സ്ക്വയർ ആണ് നമുക്ക് വരിക. B എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. F എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. T എന്ന് പറഞ്ഞിരിക്കുന്നത് തിക്നെസ് ആണ് വരിക. അപ്പോൾ ഇനി WH എന്ന് പറഞ്ഞിരിക്കുന്നത് V/Fൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ V/F കോൺസ്റ്റൻ്റ് ആണ് വരിക. V/F ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ WH എന്തായിരിക്കും വരിക? WH എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F. അതായത് V/H കോൺസ്റ്റൻ്റ് ആണെങ്കിൽ B എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ WH ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഓഫ് F എന്ന് നമുക്ക് വിളിക്കാം. ഇനി V/F കോൺസ്റ്റൻ്റ് അല്ല, V/F ഈസ് നോട്ട് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? WH ഈസ് ഈക്വൽ ടു B raised to 1.6. ദാറ്റ് മീൻസ് V/F ഹോൾ raised to 1.6 ഇൻറ്റു F എന്നാണ് നമുക്ക് വരിക. V/F 1.6 ഹോൾ raised to F ആണ് വരിക. അപ്പോൾ നമുക്കിത് എഴുതാം. WH is equal to V raised to 1.6 F raised to minus 1.6 into F raised to 1. So 1 minus 1.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? V raised to 1.6 into F raised to minus 0.6. So
ഇതായിരിക്കും നമുക്ക് വരിക. അതായത് V/F കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ WH ഈസ് പ്രൊപ്പോർഷൻ ടു V⁻1.6 ഇൻറ്റു F⁻⁻0.6 എന്നായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് വേണ്ടത്. ഈ രണ്ട് ഇക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ലോസസ് ഉള്ള മെജോറിറ്റി പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ലോസസും ഹിസ്റ്ററിസ് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലോസസ് വരുന്നിരിക്കുന്നത്, പിന്നെ കോർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പോണൻറ്റ് വരുന്ന ലോസസും നമുക്ക് വരുന്നത്. ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ.